ഒരിക്കലൊരു മഹാസമുദ്രം പോലെ പ്രതീക്ഷയില്ലാതെ പ്രഭു ശ്രീരാമൻ അലയുകയായിരുന്നു. പ്രിയതമയായ സീതയെ രാവണൻ കവർന്നെടുത്തു. വാനരസേനയോ ലങ്കയിലേക്ക് കടക്കാൻ ഒരു വഴിയോ ഒന്നും അദ്ദേഹത്തിന്റെ മുൻപിൽ ഇല്ലായിരുന്നു. പ്രഭു ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടും ആ നിമിഷം നിസ്സഹായനായ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. അവിടെയാണ് ആഞ്ജനേയ സ്വാമിയുടെ മാന്ത്രിക സ്പർശം കടന്നു വരുന്നത്. ആദ്യം ഹനുമാൻ ഒരു വഴികാട്ടിയായി കിഷ്കിന്ധിയുടെ മലഞ്ചെരിവുകളിൽ വെച്ച് ദുഃഖിതനായ പ്രഭു ശ്രീരാമനെയും ലക്ഷ്മണനെയും വാനര രാജാവായ സുഗ്രീവനുമായി കൂടിക്കാഴ്ച ഒരുക്കിയത് ഹനുമാനാണ്. സുഗ്രീവന്റെ ശക്തിയും അനേകായിരം വാനരന്മാരുടെ സൈന്യബലവും പ്രഭു ശ്രീരാമന് ലഭിക്കണമെങ്കിൽ ആ സൗഹൃദം അനിവാര്യമായിരുന്നു. ആ നിമിഷം മുതൽ പ്രഭു ശ്രീരാമന്റെ യുദ്ധം വെറുമൊരു മനുഷ്യന്റെ ഒറ്റപ്പെട്ട പോരാട്ടമല്ലാതായി. അതൊരു വാനര സൈന്യത്തിന്റെ മഹാപ്രയാണമായി മാറി. ശേഷം പ്രഭു ശ്രീരാമന്റെ സന്ദേശവുമായി ലങ്കയിലെത്താൻ ആർക്കും സാധിക്കാതെ വന്നപ്പോൾ ആ അസാധ്യ ദൗത്യം ഹനുമാൻ സ്വാമി ഏറ്റെടുത്തു. കൂറ്റൻ തിരമാലകളെ കീറി മുറിച്ച് ആരും കടന്നിട്ടില്ലാത്ത ആ മഹാസമുദ്രം ലംഘിച്ച് അദ്ദേഹം ലങ്കയിലെത്തി. അശോകവനത്തിൽ ദുഃഖിതയായിരിക്കുന്ന മാതാ സീതയെ കണ്ടെത്തി. പ്രഭു ശ്രീരാമന്റെ മോതിരം നൽകി ആശയും ധൈര്യവും പകർന്നു. ലങ്കയെ വിറപ്പിച്ച ശേഷം തിരികെ എത്തിയ ഹനുമാൻ പ്രഭു ശ്രീരാമന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് ലോകം കാത്തിരുന്ന ആ വാക്ക് ഉച്ചരിച്ചു. ഞാൻ മാതാ സീതയെ കണ്ടിരിക്കുന്നു. ആ ഒരു വാക്ക് അത് രാമായണത്തിന്റെ ഗതി മാറ്റി എഴുതിയ പ്രഖ്യാപനമായിരുന്നു. യുദ്ധത്തിനുള്ള ഔദ്യോഗികമായ ആരംഭം. ഒടുവിൽ യുദ്ധക്കളത്തിൽ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മശക്തിയേറിയ അസ്ത്രമേറ്റ് ലക്ഷ്മണൻ മരണം കാത്തു കിടന്നു. സൂര്യോദയത്തിന് മുമ്പ് സഞ്ജീവിനി എത്തിയില്ലെങ്കിൽ വീരനായ ലക്ഷ്മണൻ ഇഹലോകം വിടും. സഹോദരനെ നഷ്ടപ്പെട്ടാൽ രാമൻ തളരും. യുദ്ധം അവിടെ അവസാനിക്കും. ആ നിർണായക നിമിഷത്തിൽ മറ്റാരും ചിന്തിക്കാത്ത വേഗത്തിൽ മരണത്തെ വെല്ലുവിളിച്ച് ഹനുമാൻ സ്വാമി പറന്നുയർന്നു. സഞ്ജീവിനി തിരിച്ചറിയാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ സഞ്ജീവിനി പർവ്വതം മുഴുവനായി പിഴുതെടുത്ത് ആകാശമാർഗം അദ്ദേഹം തിരികെ എത്തി. സഞ്ജീവിനി നൽകി ലക്ഷ്മണന്റെ ജീവൻ രക്ഷിച്ചു. അതേ ഹനുമാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ലക്ഷ്മണൻ മൃത്യു വരിച്ചേനെ. പ്രഭു ശ്രീരാമൻ വിഷാദത്തിൽ യുദ്ധം ഉപേക്ഷിച്ചേനെ. രാമായണം ഒരു ദുരന്ത കാവ്യമായി മാറിയേനെ. ചുരുക്കത്തിൽ വാനരസേന ലഭിക്കാൻ ഹനുമാൻ സ്വാമി കാരണമായി. മാതാ സീതയെ കണ്ടെത്താൻ ഹനുമാൻ സ്വാമി സഹായിച്ചു. ലക്ഷ്മണൻ രക്ഷപ്പെട്ടത് ഹനുമാന്റെ വീര്യം കൊണ്ടാണ്. പിന്നെ നാഗപാശത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ശ്രീരാമ വിജയത്തിന്റെ അടിത്തറ ഹനുമാൻ സ്വാമിയാണ്. അതുകൊണ്ടാണ് ഈ സത്യം ഉറക്കെ പറയുന്നത്. ഹനുമാൻ ഇല്ലെങ്കിൽ രാമായണവുമില്ല. ഹനുമാൻ സ്വാമിയുടെ ഈ വീരഗാഥയിൽ രോമാഞ്ചം തോന്നുന്നുണ്ടോ? എങ്കിൽ കമന്റ് ബോക്സിൽ പറയൂ. ജയ് ബജ്രംഗ് ബലി, ജയ് ശ്രീറാം.